ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ എല്ലാം നമ്മൾ ട്രേഡ് എടുക്കുന്ന എല്ലാം നമ്മൾ 1 മിനിറ്റ് ടാർഗറ്റിലാണ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിലാണ് നമ്മൾ ടാർഗറ്റാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അത് തന്നെ നമുക്ക് 5 സെക്കൻഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് 5 സെക്കൻഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കിക്കോണേ, അതായത് നമുക്ക് 5 സെക്കൻഡ് വരുമ്പോഴത്തേക്കും 6 ക്യാൻഡിൽ വരും. ഓക്കെ, 6 അല്ല 12 ക്യാൻഡിൽ വരും. 5 സെക്കൻഡിൻ്റെ 12 ക്യാൻഡിൽ വരും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 5 സെക്കൻഡിന് സോറി. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന പോലെ തന്നെ ഈ നമ്മളുടെ ഓരോ ഹൈയും ഓരോ സിം ലോയും ഓരോ സിം ഹൈയും ബ്രേക്ക് ഔട്ടിന് ശേഷം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, റീട്രേസ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പുൾ ബാക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ റീട്രേസ്മെൻറ്റ് ആയിട്ട് വീണ്ടും റിവേഴ്സിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ 5 സെക്കൻഡിനകത്തും മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും അതിൽ നിന്ന് റിവേഴ്സിൽ പോകുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ ബേസിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് അതിനെ സ്വിച്ച് ചെയ്യുക. നമ്മളതിനെ എന്ത് ചെയ്യും, 0.5 സെക്കൻഡിലോട്ട് മാറ്റും. 5 സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു $100 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. $100 ഇൻവെസ്റ്റ്മെൻറ്റോട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്തു. മേജർ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ ഡയറക്ഷനാണ്. ഏത്, ഈ 5 സെക്കൻഡിൽ. നമ്മൾ ആ 5 സെക്കൻഡിൽ വീണ്ടും മാറ്റിക്കൊണ്ട് നമ്മൾ 1 മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴും എന്താണ്, മേജർ വേവ് വന്നേക്കുന്ന ഒരു ഹൈ, അതായത് ഒരു ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്തില്ല. ഒരു ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും റിവേഴ്സിലോട്ട് പോകാണ് സംഭവം. സാധാരണ ഇവിടുന്ന്, അതായത് ഈ ടാർഗറ്റിൽ നിന്ന് മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ചെയ്ത് അപ്പിലേക്ക് പോകേണ്ടതാണ്. ഞാൻ ഈ ഹോറിസെൻ്റൽ വെച്ച് തരാം. ഞാനൊരു ഹോറിസെൻ്റൽ ലൈൻ അവിടെ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഹോറിസെൻ്റൽ ലൈനിൽ നിന്നും മാർക്കറ്റ് വേണ്ട, ഈ ടാർഗറ്റ് ഇവിടുന്ന് റീട്രേസ്മെൻറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഫോമായി മുകളിലേക്ക് പോകേണ്ടതാണ്. അതിന് പകരം വീണ്ടും മാർക്കറ്റ് ഒരു സിം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് അപ്പിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് നമുക്ക് 5 സെക്കൻഡിലോട്ട് നോക്കാം. 5 സെക്കൻഡ് ടാർഗറ്റാണിത്. ഇത് നോക്കിയേ, ഇതിപ്പോൾ നോക്കിയാൽ ഒരു കൺസോൾട്ടേഷൻ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രീൻ റെഡ്. അതിനുശേഷം വീണ്ടും 3 ക്യാൻഡിൽ ഫോം ആയി. ഇതിപ്പോൾ കണ്ടോണം, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ബ്രേക്ക് ഔട്ട് ചെയ്തില്ല, അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഈ ലെവലിൽ നോക്കാം. നമ്മളെ ഹോറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യുക, അത് മുകളിൽ പോയി ഹോറിസോണ്ടൽ ലൈനെ. നമുക്ക് എന്നാലും ഇതിനകത്തൊരു ഹോറിസോണ്ടൽ ലൈനും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, അതിൻ്റെ ഐഡിയ ശ്രദ്ധിച്ച് കാണണേ. അതായത് നമ്മളെ 1 മിനിറ്റിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, ഈ 1 മിനിറ്റിനകത്ത് തന്നെ സിം ലോ, സിം ഹൈ, ബ്രേക്ക് ഔട്ട്, ടാർഗറ്റ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ 5 സെക്കൻഡിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലെവൽ, ഞാൻ പ്രീവിയസ് വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൈസ് ആക്ഷൻ ലെവലിൽ നമ്മൾ ഓരോ മാർക്കറ്റിൻ്റെ ഓരോ പ്രൈസ് ആക്ഷൻ ലെവലിൽ നമ്മൾ ഓരോ ഹോറിസോണ്ടൽ ലൈൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അത് കാണിക്കുന്നില്ല ഞാൻ. നോക്കിക്കണം, ഇതാണ് ഇതിൻ്റെ ലെവല്. ബ്രേക്ക് ഔട്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗണിലേക്ക് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നോക്കാം, കണ്ടാ, പിന്നെ കണ്ടാ അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാലും നമ്മളത് വിന്നാവും. ഗ്യാപ്പ് ഡൗണിൽ കൂടെ അത് വിന്നായി. ഓക്കെ, ഇതാണ് അതിൻ്റെ രീതി. ഇനി വേണ്ടി ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യും. ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ലപ്പ് ചെയ്യും. അത് നമുക്ക് നോക്കാം. ഈ ടാർഗറ്റ് നോക്കാം. നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. കണ്ടാ, കറക്റ്റ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ചെയ്ത് വീണ്ടും ഫോം ആയി. ഓക്കെ, ഇത് ഫില്ലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ 100% അപ്പിലേക്ക് പോകും. നോക്കിക്കോണേ, ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്തേക്കുള്ള ക്യാൻഡിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് ലോസ് ആയി. വെയിറ്റ് ചെയ്യും. ഇത് നല്ലൊരു പുൾ ബാക്കാണല്ലോ കിട്ടിയേക്കുന്നത്. അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി, പക്ഷേ അത് ഗ്യാപ്പ് ഡൗൺ ആയത്, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കാം. അയ്യോ, എന്തോ ഗ്യാപ്പ് ഡൗൺ ആയത്. ഗ്യാപ്പ് ഡൗൺ ഭയങ്കര, അസറ്റ് ഇത്തിരി ഫ്ലക്ച്വേഷൻ കൂടുതല. അത്ര വേറെ അസറ്റ് എടുക്കാം നമുക്ക്. പെർസെൻറ്റേജ് പറയും, ഇൻഡിസിറ്റി കാർഡ് എല്ലാം മാർക്കറ്റ് ഇല്ല, അത് തന്നെ നോക്കേണ്ടി വരും.
CAD CHF നോക്കാം നമുക്ക്. ഓക്കെ, CAD CHF നോക്കാം. വെയിറ്റ് അടുത്ത ക്യാൻഡിൽ ND എടുക്കാൻ പോകുന്നു. സെക്കൻഡോ ടാർജറ്റ് കിട്ടിയില്ല. അത് 1 മിനിറ്റിലോട്ട് ടൈം ഫ്രെയിമിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ ചാർട്ട് മാറ്റിയപ്പോൾ 1 മിനിറ്റിലോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ. അതെ 1 മിനിറ്റിലോട്ട് പോയത്. അത് 1 മിനിറ്റിലോട്ട് പോയി. നമ്മുടെ ലക്കാണത്. നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഇനി 25 സെക്കൻഡ് ബാക്കിയുണ്ട്. നോക്കാം. ഞാൻ 1 മിനിറ്റിലോട്ടും ചേഞ്ച് ചെയ്ത് നോക്കട്ടെ. കാരണം നമ്മുടെ അനാലിസിസ് നമുക്ക് ഇവിടെ നിന്ന് റീട്രേസ്മെൻറ്റ് ചെയ്ത് മാർക്കറ്റ് ഫുൾ ബാക്ക് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. അത് 1 മിനിറ്റിലോട്ട് പോയി. 1 മിനിറ്റ് ഡിഫോൾട്ട് ടൈം ഫ്രെയിം അല്ല, 1 മിനിറ്റ് ഇതിലോട്ടാണ് ഉപയോഗിക്കുന്നത്. 1 മിനിറ്റിലോട്ടാണ് ഉപയോഗിക്കുന്നത്, ടൈമറിലോട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ടൈമിലല്ല ഉപയോഗിക്കുന്നത്. എന്താ അത് വിന്നായി. ഓക്കെ, എന്താ അത് വിന്നായി. ഓക്കെ, അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഈ 1 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മിനിറ്റിനകത്ത് ഉണ്ടാകുന്ന സിം ലോ, സിം ഹൈ ഇതെല്ലാം ഉണ്ടാക്കുക. പിന്നെ വേറെ കാര്യമാണ്, ക്യാപിറ്റൽ ഇപ്പം ഞാൻ ഇത്രയും ക്യാപിറ്റൽ കൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ ഇട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ $100 ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും $1 ഇട്ടേ ചെയ്യുള്ളൂ കേട്ടോ. വേറെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഞാനത് ട്രേഡ് എടുത്ത് കാണിച്ചായിരുന്നു എനിക്ക് പറ്റി. റിവെഞ്ച് അല്ല, 5 സെക്കൻഡിൽ നമ്മൾ എന്തായാലും ചെയ്തല്ലേ. 5 സെക്കൻഡിൽ നമ്മൾ ഇനി അതിനകത്തുനിന്ന് ഒരു 2 ട്രേഡും കൂടെ എനിക്ക് പിന്നാണ്. കാരണം നമ്മൾ പ്രഡിക്ഷൻ പക്കയാണെന്ന് നോക്കണ്ടേ. നമുക്ക് പ്രഡിക്ഷൻ പക്കയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, വെയിറ്റ്. ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യണം. ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തണ്ട. നെക്സ്റ്റ് ഞാൻ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തണ്ട. ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഒരു ടാർജറ്റ് ഉണ്ട്. എന്നിട്ട് ഈ ലൈൻ ആയിരിക്കും. ഈ ലൈൻ ആയിരിക്കും. ഓക്കെ, ആയതുകൊണ്ട് ഞാൻ 3 ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, നമുക്ക് നോക്കാം. ലോസായി. ഓക്കെ, അടുത്ത ക്യാൻഡിൽ അവിടെ നിന്ന് ഫോമായി സംഭവം. ഓക്കെ, ഗ്യാപ്പ് അപ്പ്. വീണ്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്തു. ഈ ക്യാൻഡിൽ ഒരു ക്യാൻഡിലൂടെ റെഡ് ആകും. നോക്കട്ടെ, ഒരു ക്യാൻഡിലൂടെ റെഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ക്യാൻഡിലൂടെ റെഡാണ്. ഇവിടുന്ന് റിവേഴ്സിൽ നിന്ന് ഒരു ക്യാൻഡിൽ റെഡ് ആകണം. അത് റെഡ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് റെഡ് ആയി. കണ്ട, ഒരു ക്യാൻഡിലൂടെ റെഡായി. ഇപ്പം നമ്മൾ മൊത്തം 1 2 3 4 ട്രേഡ് പ്ലേസ് ആയി. അപ്പോൾ ഞാൻ 1000 മാറ്റുകയാണ്. 1000 മാറ്റിയിട്ട് എനിക്കിത് പ്രോഫിറ്റ് ആക്കി എടുക്കണ്ടേ. ഓക്കെ, ഞാൻ നിങ്ങൾ ഈ 5 സെക്കൻഡിനകത്ത് ഇത് കാണിച്ചാണ്. 5 സെക്കൻഡിനകത്ത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എഡിറ്റിങ്ങും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലോസ് ആണെങ്കിൽ ലോസ്, വിൻ ആണെങ്കിൽ വിൻ, അത്ര തന്നെ. അത് എഡിറ്റിങ്ങും കറക്റ്റായിട്ടുള്ള എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ലോസ് ആയ ഭാഗം കട്ട് ചെയ്ത് കളയുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലോസ് ആയതാണെങ്കിൽ ലോസായി. പണ്ടത്തെ 1 2 3 4 ട്രേഡ് ലോസായി. അതിന് മുമ്പ് പറഞ്ഞത് 5 ട്രേഡ് ലോസായി. അതിന് നമ്മൾ 1 2 3 4 5 ട്രേഡ് നമ്മൾ വിന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഇട്ട ക്യാപിറ്റലിൽ പ്രോഫിറ്റ് ഇല്ല. $10 30 $40 ലോസ് ആയിട്ടുണ്ട്. അത് തന്നെ സംഭവം. നോക്കാം. ഇപ്പോൾ ഇത് റീട്രേസ്മെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ അങ്ങോട്ടാണ് നോക്കുന്നത്. അടുത്ത ടാർജറ്റ് ഡൗണിലേക്ക് തന്നെ ആയിരിക്കും. ഞാൻ അത് 2 3 പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 100% വിന്നായിരിക്കും. 100% 100 എന്ന് വെച്ചാൽ 100 1000% വിന്ന്. അയ്യ അതാണ് കണ്ടത്. നമ്മുടെ ടാർജറ്റ് അതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കും. നമ്മളെ ലോസ് റിക്കവർ ചെയ്തു. ഇത്രയും ക്യാപിറ്റൽ കൊണ്ടാണ് ഈ കളിയായി കളിക്കുന്നത്. ഓക്കെ, കാരണം അത്രയും 100% എനിക്ക് ഷുവറാണ്. കാരണം പ്രീവിയസ് ലോയെ ബ്രേക്ക് ഔട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് കൺഫർമേഷൻ ക്യാൻഡിൽ, ഇത് സെക്കൻഡ് കൺഫർമേഷൻ, ഇത് തേർഡ് കൺഫർമേഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ് അടുത്തൊരു ലെവലുണ്ട്. ഇവിടെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ ഒരു റീട്രേസ്മെൻറ്റ് നടക്കും. ആ റീട്രേസ്മെൻറ്റ് നടന്നാൽ 100% അടുത്ത ടാർജറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. അടുത്ത ടാർജറ്റ് എന്ന് വെച്ചാൽ ഇതാണ് മാർക്കറ്റിൻ്റെ ടാർജറ്റ്. ആ ടാർജറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ എൻ്റെ റെഫറൽ ലിങ്ക്, നമ്മുടെ റെഫറൽ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആരുടെ റെഫറൽ ലിങ്ക് ആയാലും നിങ്ങൾ ജോയിൻ ചെയ്തു, നമ്മുടെ ഇതിനകത്ത് ചെയ്തു. പിന്നെ നമ്മളുടെ കുറച്ച് പ്രത്യേകമായിട്ടുള്ള നമ്മൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത്
പേഴ്സണൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ ഐ ഡി വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതർവൈസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും റെഫർ ലിങ്കിൽ, നിങ്ങളുടെ സ്വന്തം റെഫർ ലിങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗ്നൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് 5 സെക്കൻഡിനകത്ത് ചെയ്ത് പ്രഡിക്ഷൻ. 5 സെക്കൻഡിനകത്ത് ചെയ്യുമ്പോൾ റിസ്ക്, ഞാൻ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, 5 സെക്കൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിസ്ക് കൂടുതലാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം വേറെ ഞാനിപ്പോൾ ഇടുന്ന പോലെ ചെറുതാണെന്ന് വെച്ചാൽ എനിക്ക് കാരണം എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിവുണ്ട്. ഞാനത് റിക്കവർ ചെയ്തെടുക്കും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളത് ട്രേഡ് പ്ലേസ് ചെയ്ത് ലോസ് ആക്കണ്ട. അതായത് നിങ്ങൾ പരീക്ഷിക്കുക, നിങ്ങൾ ഡെമോയ്ക്കകത്ത് പരീക്ഷിക്കുക. അതായത് നമ്മുടെ ഈ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞ നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ ഓരോ പോർഷനിലും നമ്മുടെ ഓരോ പ്രൈസ് ആക്ഷൻ ലെവലിലും ഗ്യാപ്പിട്ട് വെച്ചിട്ട് 1 മിനിറ്റിലും ഗ്യാപ്പിട്ട് വയ്ക്കുക നിങ്ങൾ. അതുപോലെ 1 മിനിറ്റിലും ഗ്യാപ്പിട്ട് വയ്ക്കുക, ഈ 5 സെക്കൻഡിലും ഗ്യാപ്പിട്ട് വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗമുണ്ട്. നമുക്ക് തന്നെ 15 സെക്കൻഡ് ചെയ്യാൻ പറ്റും. 15 സെക്കൻഡ് നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് കിട്ടും, കുറച്ചും കൂടെ അക്യുറസി കിട്ടും. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. 15 സെക്കൻഡ് താണ്ടി 15 സെക്കൻഡോട് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ 15 സെക്കൻഡിലും കൂടെ നിങ്ങൾക്ക് 1-2 ട്രേഡ് എടുത്ത് കാണിച്ചത്. ഇപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത്, ഇപ്പോൾ ഇത് ഇത്രയും വലിയ ഇതായതുകൊണ്ട് ചിലപ്പോൾ ഡൗണിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡൗണിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം വീണ്ടും ഡൗണിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്കത് നോക്കാം സംഭവം തോന്നുന്നത്. കാരണം ഇത് ഇത്ര വലിയൊരു ബിഗ് ക്യാൻഡിൽ ഫോം ആയതുകൊണ്ട് ഒരു 80-90% ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നായി സംഭവം. ഓക്കെ, കാരണം 15 മിനിറ്റ് ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി മാർജിനൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞ പോലെ എന്താണെന്ന് നോക്കിയാൽ ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽ ഫോമായി അടുത്തതിന് ശേഷം വീണ്ടും അടുത്ത റെഡ് ക്യാൻഡിലേക്ക് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു കൺഫർമേഷനാണ്. ഇതും ചെറിയൊരു കൺഫർമേഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഒന്നുകൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഒരു ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, റിസൾട്ടിലേക്ക് നോക്കാം. അപ്പം പരീക്ഷണങ്ങൾ നമുക്കാവാം. പരീക്ഷണങ്ങളാവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മളുടെ എന്താ പറയുക, നമുക്ക് വേണ്ട നമ്മളുടെ ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും സ്വീകരിക്കുക, അത് കറക്റ്റാക്കി വയ്ക്കുക, വിന്നായി കണ്ടോ. ഓക്കെ, അതാണ് നമ്മൾ. പിന്നെ വേറൊരു ട്രിക്ക് ഉണ്ട് ഇതിനകത്ത്. അതായത് 15 സെക്കൻഡിന് മുമ്പ്, അതായത് 7 സെക്കൻഡ് ഉള്ളപ്പോൾ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 8 സെക്കൻഡിലാകുമ്പോഴത്തേക്ക് നമുക്ക് വിൻ റേഷ്യോ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോം ആകുന്ന ക്യാൻഡിൽ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും. 5 സെക്കൻഡ് ഫോം ആയതിനു ശേഷം വീണ്ടും അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ക്യാൻഡിൽ ഫോം ആകും 5 സെക്കൻഡ്. ബാക്കി പോയിട്ടുള്ള 5 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ 5 സെക്കൻഡ് ഇടയ്ക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആ 5 സെക്കൻഡ് ഇടയ്ക്ക് നമുക്ക് നമ്മളുടെ ക്യാപിറ്റലിൽ നമുക്ക് മുതൽ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അത് എപ്പോഴും മനസ്സിലാക്കുക.